അസ്വാസ് നമ്മളുടെ ബന്ധുക്കളിലോ സുഹൃത്തുക്കളിലോ ആരെങ്കിലും ഒരാൾക്കൊക്കെ നമ്മൾ എപ്പോഴെങ്കിലൊക്കെ കണ്ടിട്ടുള്ള ഒരു പ്രശ്നമായിരിക്കും. ഇതിനെ മിക്കവാറും നമ്മൾ കളിയാക്കുകയോ അല്ലെങ്കിൽ എന്തിനാണ് വീണ്ടും വീണ്ടും ഒരേ കാര്യം തന്നെ ചെയ്യണത് എന്ന് ചോദിക്കുകയൊക്കെ ആയിരിക്കും പതിവുണ്ടാവുന്നത്. ശരിക്കും ഈ അസ്വാസ് എന്ന് പറയുന്നത് സൈക്കോളജിയിൽ ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ എന്ന് പറയുന്ന ഒരു പ്രശ്നമാണ്, ഒരു അസുഖം തന്നെയാണ്. ഈ ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ എന്ന് പറയുന്നത് ഒരു കാര്യം ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ചെയ്തത് ശരിയായില്ല എന്നോ അതല്ലെങ്കിൽ അങ്ങനെയല്ല ചെയ്യേണ്ടിയിരുന്നത് എന്നുള്ള ഒരു ചിന്ത വല്ലാതെ മനസ്സിൽ കിടന്ന് കളിക്കുകയും അതുകൊണ്ട് ഭയങ്കരമായിട്ടുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാവുകയും ഈ ബുദ്ധിമുട്ട് കുറക്കാൻ വേണ്ടിയിട്ട് ചെയ്തത് തന്നെ കുറച്ചും കൂടി നന്നായിട്ട് ചെയ്യാം എന്നുള്ള രീതിയിൽ വീണ്ടും ചെയ്യുന്നതാണ്. പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ ഇവർക്ക് ഈ ചിന്തയിൽ നിന്ന് ചെറിയൊരു ആശ്വാസം കിട്ടും. പക്ഷേ ആ കിട്ടുന്ന ആശ്വാസം എന്ന് പറയുന്നത് വളരെ കുറച്ച് സമയത്തേക്ക്, കുറച്ച് സെക്കൻഡുകളിലേക്ക് അല്ലെങ്കിൽ കുറച്ച് സമയത്തേക്ക് മാത്രമേ നിൽക്കുന്നുള്ളൂ. ഈ ചിന്ത വീണ്ടും വരും. ഈ ചിന്ത വീണ്ടും വരുന്ന സമയത്ത് നേരത്തെ ചിന്ത വന്നപ്പോൾ നമ്മളൊരു കാര്യം ചെയ്തപ്പോൾ ഈ ബുദ്ധിമുട്ട് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്, അപ്പോൾ അതേ കാര്യം വീണ്ടും ചെയ്യും. ആ കാര്യം വീണ്ടും ചെയ്യുമ്പോൾ കുറച്ചൊരു ആശ്വാസം കിട്ടും. കുറച്ച് കഴിയുമ്പോൾ ഇതേ ചിന്ത വീണ്ടും വരും, ബുദ്ധിമുട്ടുണ്ടാവും, അതേ കാര്യം വീണ്ടും ചെയ്യും. ഇതിങ്ങനെ ഒരു സൈക്കിളായിട്ട് വരും. അപ്പോൾ ശരിക്കും ഇവർക്ക് വരുന്ന ഒരു ചിന്തയാണ് ഇവർക്ക് വല്ലാതെ ബുദ്ധിമുട്ടുണ്ടാക്കുകയും ഈ ബുദ്ധിമുട്ട് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ചെയ്യുന്ന കാര്യങ്ങൾ വീണ്ടും വീണ്ടും ചെയ്യുകയും ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ നിരന്തരമായിട്ട് വരുന്ന ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അത് ശരിയായില്ല എന്നുള്ളതോ വീണ്ടും ചെയ്യണം എന്നുള്ളതോ തോന്നുന്ന ആ ചിന്തനെയാണ് നമ്മൾ ഒബ്സഷൻ എന്ന് പറയുന്നത്. ഈ ഒബ്സഷൻ ഉണ്ടാകുന്ന സമയത്ത് മിക്കവാറും ആളുകൾക്ക് അറിയാം ഞാൻ ചിന്തിക്കുന്നത് തെറ്റാണ്, അല്ലെങ്കിൽ ചെയ്തത് ശരിയായിട്ടുണ്ട്, വീണ്ടും ചെയ്യേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും റിപ്പീറ്റ് ചെയ്തിട്ട് ചെയ്യേണ്ട ഒരു ആവശ്യമൊന്നുമില്ല, ഒരു വട്ടം കൈ കഴിക്കാൻ തന്നെ ശരിയാവും എന്നുള്ളതൊക്കെ ഇവർക്ക് അറിയാം എന്നുണ്ടെങ്കിൽ പോലും ചിന്ത നിരന്തരം മനസ്സിലേക്ക് വരികയും ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യും. ഈ ബുദ്ധിമുട്ടുണ്ടാകുന്ന സമയത്ത് ബുദ്ധിമുട്ടിനെ കുറക്കാൻ വേണ്ടിയിട്ടാണ് ശരിക്കും കമ്പൽഷൻ എന്ന് പറയുന്ന ആക്ടിവിറ്റിയിലേക്ക് പോകുന്നത്. എൻ്റെ അടുത്ത് വന്നിട്ടുള്ള ഒരു സ്ത്രീ 45 വയസ്സായിട്ടുണ്ട്, മുസ്ലിമാണ്. ഭക്ഷണം കഴിക്കാൻ പോകുന്നതിന് മുമ്പ് ആദ്യം ഒന്ന് കൈ കഴുകും, പിന്നെ ഒന്ന് സോപ്പിട്ട് കഴുകും. സോപ്പിട്ട് കഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നുള്ള പ്രശ്നം സോപ്പിൻ്റെ പത മുഴുവനായിട്ട് പോയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ സോപ്പിൻ്റെ പത കളയാൻ വേണ്ടിയിട്ട് വീണ്ടും ഒന്നും കൂടി കഴുകും. അങ്ങനെ കഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നുള്ള പ്രശ്നം കഴുകിയ സമയത്ത് ബേസിനിലേക്ക് വെള്ളമായിട്ട് അത് കൈമിലേക്ക് തെറിച്ചിട്ട് കൈ പിന്നെയും വൃത്തികേടായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഒരു വട്ടം കൂടി കഴുകും, പിന്നെയും സോപ്പിട്ട് കഴുകും. സോപ്പിട്ട് കഴിക്കുമ്പോൾ സോപ്പിൻ്റെ പത പോകാൻ വേണ്ടിയിട്ട് പിന്നെയും കഴുകും. ഇതേ ചിന്ത പിന്നെയും വരും. ഇതിങ്ങനെ റിപ്പീറ്റായിട്ട് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ഒരുപാട് സമയം കഴിഞ്ഞിട്ട് ഇനി മതി, ഇനി ആവൂല എന്ന് വിചാരിച്ചിട്ടാണ് ഭക്ഷണം കഴിക്കാനിരിക്കുക. അങ്ങനെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് കൈ കഴുകുമ്പോൾ, ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് കൈ കഴുകുമ്പോൾ ഇതേ അവസ്ഥ തന്നെയാണ്. ഒന്ന് ആദ്യം ഒന്ന് കഴുകും, പിന്നെയും സോപ്പിട്ട് കഴുകും. സോപ്പിട്ട് കഴുകി കഴിഞ്ഞാൽ പത പോകാൻ വേണ്ടിയിട്ട് വീണ്ടും കഴുകും. വെള്ളം തെറിച്ചെന്ന് തോന്നും, പിന്നെയും ഇതന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ടോയ്ലറ്റ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കൈ കഴുകുന്ന സമയത്തും ഇതന്നെയാണ് അവസ്ഥ. പക്ഷേ ടോയ്ലറ്റിൽ പോകുന്ന സമയത്ത് കുറച്ചും കൂടി ബുദ്ധിമുട്ട് കൂടും. കാരണം ടോയ്ലറ്റിൽ പോകുന്ന സമയത്ത് കൈ മാത്രം കഴുകിയാൽ പോരാ, ടോയ്ലറ്റിൽ പോയതുകൊണ്ട് തന്നെ കാലും കഴുകണം. അപ്പോൾ കൈ സോപ്പിട്ട് കഴുകും. കൈ സോപ്പിട്ട് കഴുകുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെയുള്ള പ്രശ്നങ്ങളുണ്ട്. പിന്നെ കാല് കഴുകുമ്പോഴും ഇതേ പ്രശ്നം പിന്നെയും പിന്നെയും ആവർത്തിച്ചുകൊണ്ടിരിക്കും. ടോയ്ലറ്റിൽ കാല് കഴുകുന്ന സമയത്ത് ടോയ്ലറ്റിൽ വെള്ളം തട്ടിയിട്ട് മേത്തേക്ക് തെറിച്ചിട്ടുണ്ട്, അപ്പോൾ മുട്ടിൻ്റെ താഴേക്ക് ഒന്നുകൂടി നല്ലോണം കഴുകണം എന്നുള്ള രീതിയിൽ വീണ്ടും ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഇങ്ങനെ ഒരുപാട് സമയം ഇവർക്ക് ടോയ്ലറ്റിൽ പോകുന്ന സമയത്തും ഭക്ഷണം കഴിക്കുന്ന സമയത്തും പോയി പോകുന്നുണ്ട്. ഇതിൻ്റെ ഒപ്പം തന്നെ കുളിക്കുന്ന സമയത്ത് ഇതിനേക്കാൾ ബുദ്ധിമുട്ടാണ്. കുളിക്കുന്ന സമയത്ത് ആദ്യം മേലൊക്കെ കഴുകണം. മേല് കഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിലത്ത് തട്ടിയിട്ട് വെള്ളം മേത്തേക്ക് തെറിച്ചെന്ന് തോന്നും. നിലത്ത് തട്ടിയിട്ട് ചുമരിലേക്കൊക്കെ വെള്ളം തെറിച്ചെന്ന് തോന്നുന്നുണ്ട്. പിന്നെ ആ ചുമര് മുഴുവൻ വൃത്തിയാക്കണം, മേല് പിന്നെയും പിന്നെയും വൃത്തിയാക്കണം. അങ്ങനെ മണിക്കൂറുകളോളം കുളിക്കുന്ന ഒരവസ്ഥയൊക്കെയാണ് ആ സ്ത്രീക്ക് ഉണ്ടാവാറുള്ളത്. ഇവരുടെ മക്കൾക്ക് ഇതൊരു പ്രശ്നമാണ് എന്നുള്ളത് അറിയില്ല, അശ്വാസമാണെന്നാണ് അറിയുക. വെറുതെ എന്തിനാണ് ഇങ്ങനെ ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ ആലോചിച്ചിട്ട് കുറച്ച് സമയം കഴിയുമ്പോൾ പൈപ്പ് പൂട്ടിയൊക്കെ ഇടും. പൈപ്പ് പൂട്ടി കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഇത് ക്ലീൻ ആയിട്ടില്ല എന്നുള്ളൊരു തോന്നലുമുണ്ട്. എന്നിട്ട് ഒരുപാട് സമയം ബാത്റൂമിൽ നിൽക്കും. മക്കളോട് വാദിക്കാനൊരു സമയമൊന്നും ഇല്ലാത്തതുകൊണ്ട്, ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് പിന്നെ കയറി വരികയാണ് ചെയ്യുക. എന്നാലും പിന്നെയും സമയത്തേക്ക് ബുദ്ധിമുട്ടുണ്ടാവും. OCDയുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ചിന്ത മനസ്സിൽ വല്ലാതെ കിടന്ന് കളിച്ചിട്ട് അതങ്ങനെ വല്ലാത്തൊരു ഇടങ്ങാറുണ്ടാക്കുന്ന സമയത്ത് ആ ഇടങ്ങാറ് കുറക്കാൻ വേണ്ടിയിട്ട് ഒരു കാര്യം ചെയ്യും. അത് കുറച്ച് സമയത്തേക്ക് ഒരു ആശ്വാസം തരും, പിന്നെയും അതേ ചിന്ത വരും, ഇടങ്ങാറുണ്ടാവും, ഇതേ കാര്യം ചെയ്യും. ഇതിങ്ങനെ സൈക്കിളായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുക. ഈ OCD പല കാരണങ്ങൾ കൊണ്ടുണ്ടാവുന്നതാണ്. OCD ചിലപ്പോൾ ഫാമിലിയിൽ മുമ്പ് ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നേരെയുള്ള പേരൻസിന് അഥവാ അച്ഛനോ അമ്മക്കോ ഉള്ളതായിരിക്കാം, അല്ലെങ്കിൽ അച്ഛൻ്റെ അമ്മയോ അച്ഛൻ്റെയോ അമ്മയൊക്കെയോ ഉള്ളതൊക്കെ ആയിരിക്കാം. അപ്പോൾ ഫാമിലിയിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഈ OCD വരാനുള്ള സാധ്യത കൂടുതലാണ്. അല്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സമയത്ത് എന്തോ ചെയ്തപ്പോൾ ചെറിയൊരു സംശയം വന്ന്,
ഇപ്പോൾ സാധാരണഗതിയിൽ നമുക്കൊക്കെ ഉണ്ടാവാറുണ്ട്, നമ്മൾ കിടന്ന സമയത്ത് ഡോർ ലോക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് ചെറുതായിട്ടൊന്ന് തോന്നും. അപ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് വരും. അപ്പോൾ നമുക്കിങ്ങനെ ഓർമ്മയുണ്ടാവും ഒരു പക്ഷേ ഡോർ ലോക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. എന്നാൽ പോലും ഒന്ന് ചെക്ക് ചെയ്താക്കാം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ലോക്ക് ചെയ്യും, വന്ന് കിടക്കും, പിന്നെ നമുക്ക് പ്രശ്നമൊന്നും ഉണ്ടാവാറില്ല. ചില ആളുകൾക്ക് ഇങ്ങനെയുള്ള തോന്നലുകളാണ് കുറച്ചും കൂടി കൂടി OCD ആവാറുള്ളത്. ഇപ്പോൾ ഇങ്ങനെ എപ്പോഴും ഒന്ന് തോന്നി ശരിയായില്ല എന്നുള്ളത് ഒന്നും കൂടി ചെയ്തു, അപ്പോൾ ഒന്നും കൂടി ചെയ്ത് നോക്കാം എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ഒന്നും കൂടി ചെയ്യും. പിന്നെ അത് ഭയങ്കര പ്രശ്നമായിട്ട് കൂടി ഭയങ്കര പ്രശ്നമായിട്ട് ജീവിതത്തിന് മുഴുവൻ ബാധിക്കുന്ന രീതിയിലേക്ക് മാറും. അപ്പോൾ ഒരു വട്ടമൊക്കെ നമുക്ക് സംശയം തീർക്കാം, രണ്ടാമത്തെ വട്ടവും മൂന്നാമത്തെ വട്ടവും പിന്നെ അത് കൂടുതലാവുന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ളൊരു OCD ഉണ്ടാവാനുള്ള സാധ്യതയാണ് നമുക്ക് കൂടുതലുള്ളത്. അപ്പോൾ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഉണ്ടാവുക. ഒന്ന്, ഇങ്ങനെ ഫാമിലിയിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ. രണ്ടാമത്, ഇങ്ങനെ ഗ്രാജുവലായിട്ട് നമുക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുള്ള സംശയത്തിൻ്റെ പേരിൽ നമ്മൾ വീണ്ടും ചെക്ക് ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് പല രീതിയിൽ ഇതിങ്ങനെ കൂടി വരുന്നതാണ്. ഈ OCD പല രീതിയിലാണ് ഉണ്ടാവുക. ഇപ്പോൾ നമ്മൾ പറഞ്ഞ ആ സ്ത്രീയുടെ ഒരു കേസ് ക്ലീനിങ്ങിലാണ്, അതായത് കയ്യിൽ എന്തോ അയക്കുണ്ട് എന്നുള്ളതും കയ്യിൽ അയക്ക് പോകുന്നില്ല എന്ന് വിചാരിച്ചിട്ട് വീണ്ടും കഴുകുന്ന ഒരു രീതിയാണ്. പല ആളുകൾക്കും മതത്തിലുള്ള കർമ്മങ്ങൾ ചെയ്യുന്ന സമയത്തായിരിക്കും, അതായത് നിസ്കരിക്കുന്ന സമയത്ത്, അമ്പലത്തിൽ പോകുന്ന സമയത്ത് ചെയ്തത് ശരിയായില്ല എന്ന് തോന്നുക, വീണ്ടും ചെയ്യുക എന്നുള്ള രീതിയായിരിക്കും. ചില ആളുകൾക്ക് നമുക്കെന്തോ അസുഖമുണ്ട് എന്നുള്ളത് തോന്നിയിട്ട് വീണ്ടും ഹോസ്പിറ്റലിൽ പോവുക, എന്നിട്ട് ഇല്ല എന്നുള്ളത് ഉറപ്പിക്കുക, അങ്ങനെയുള്ള രീതിയായിരിക്കും. ചില ആളുകൾക്ക് പൈസ എണ്ണുന്ന സമയത്ത് അത് എണ്ണിയത് ശരിയായില്ല, വീണ്ടും എണ്ണണം എന്ന് തോന്നുന്നതായിരിക്കും. ചില ആളുകൾക്ക് ലോക്ക് ചെയ്യുക, അല്ലെങ്കിൽ സ്റ്റൗ പൂട്ടുക, അങ്ങനെയുള്ള നമ്മൾ സെക്യൂരിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങളായിരിക്കും. ചില ആളുകൾ വീട്ടിൽ ആരെങ്കിലും വന്ന് കൂടിയിട്ടുണ്ടോ എന്നുള്ളതായിരിക്കും. എന്നിട്ട് വീടിൻ്റെ കട്ടിലിൻ്റെ അടിയിൽ, കർട്ടൻ്റെ ബാക്കിൽ, ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ എപ്പോഴും ചെക്ക് ചെയ്തിട്ട് 2-3 പ്രാവശ്യം ചെക്ക് ചെയ്തിട്ട് കിടന്നുറങ്ങുക. ഇങ്ങനെയുള്ള രീതികൾ, പല രീതികളിലായിരിക്കും ഈ OCD ഉണ്ടാവുന്നത്. എങ്ങനെയാണെങ്കിലും OCD ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ ചിന്ത ഉണ്ടാക്കുന്ന ഇടങ്ങാറുമാണ്. ആ ഇടങ്ങാറ് കുറക്കാൻ വേണ്ടിയിട്ടാണ് കമ്പൽഷൻ എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് മാറുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇടങ്ങാറ് മാറ്റാനാണ് നമ്മൾ കമ്പൽഷനിലേക്ക് പോകുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ഇടങ്ങാറ് മാറ്റാൻ വേറെ ഏതെങ്കിലും മെത്തേഡുകൾ നമ്മൾ ചൂസ് ചെയ്യുക എന്നുള്ളതാണ് ഇങ്ങനെയുള്ള കമ്പൽഷൻസ് ഉണ്ടാകുന്ന സമയത്ത്, അല്ലെങ്കിൽ ഓപ്ഷൻസ് ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ചെയ്യാനുള്ളത്. അതിന് ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുകയോ, അല്ലെങ്കിൽ നമ്മുടെ മൈൻഡ് വേറെങ്കിലും കൺവേർട്ട് ചെയ്തിട്ട് വേറെ എന്തെങ്കിലും പണിയെടുക്കുകയോ ഒക്കെ ചെയ്യാവുന്നതാണ്. അതൊന്നും ചെയ്തിട്ടും ഒരു നിലക്കും രക്ഷയില്ല, നമുക്കിതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, ഒരുപാട് സമയം നമ്മുടെ ജീവിതത്തിന് ഇത് ബാധിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നല്ലൊരു സൈക്കോളജിസ്റ്റിനെ കണ്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കാവുന്നതാണ്. മിക്കവാറും സമയങ്ങളിൽ ഒരു 3-4 സെഷൻ കൊണ്ടൊക്കെ മാറിപ്പോകുന്നതാണ്. പിന്നെ സിവിയാരിറ്റിക്ക് അനുസരിച്ചാണ് കൂടുതൽ സെഷൻ വേണ്ടി വരുമോ കുറച്ച് മതിയോ എന്നുള്ളതൊക്കെ തീരുമാനമാവുന്നത്. അപ്പോൾ വേറൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.